ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടെക്സ്റ്റ് ആനിമേഷൻ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്കറിയാം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ മുമ്പ് അലൈൻ മോഷൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അതെ, ഒരുപാട് ടൈം എടുക്കും നമ്മൾ അലൈൻ മോഷനിൽ ഈ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ചെയ്യുമ്പോൾ. സാധാരണ നമ്മളൊരു 30-10 മിനിറ്റൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ട ഈ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ വെറും 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. സോ ഫിനുമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഭയങ്കര പവർഫുള്ളാണ്, അടിപൊളിയാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ അലൈൻ മോഷനിൽ ചെയ്യണക്കാട്ടിയും അടിപൊളിയായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫിനുമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ആദ്യം ഇവിടെ ഫിനുമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് സ്ക്രീൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് റേഷ്യോ ചോദിക്കും. ഞാനിവിടെ 1:1 ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ഒരു ഫിനുമേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 3D സീൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിനുള്ളിൽ വേറൊരു പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ട് വരും, പുതിയൊരു കോമ്പോസിഷൻ ഓപ്പൺ ആയിട്ട് വരും. സോ അതിനുശേഷം നമ്മളിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഡയലോഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഇവിടെ ടെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ അടിക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എക്സ്ട്രാ ബോൾഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ടിക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് കീ ഫ്രെയിമിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ട്രാൻസ്ഫോം എടുത്തിട്ട് സ്കെയിൽ ചെയ്യാണ്, കുറച്ച് വലുതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വലുതാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ജസ്റ്റ് 5 സെക്കൻഡാണ് ഡ്യൂറേഷനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു 2 എഫക്റ്റ് ആഡ് ചെയ്യാം. വെറും 2 എഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മളിവിടെ കീ ഫ്രെയിമിൽ പോവുക. അതിനുശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ സെർച്ചിൽ പോയിട്ട് 3D സ്പൈക്ക് എന്ന് സെർച്ച് ചെയ്യുക. 3D എന്ന് അടിക്കുമ്പോൾ തന്നെ സംഭവം വരും. 3D റാൻഡം സ്പൈക്ക് എന്നാണ് ഫസ്റ്റത്തെ എഫക്റ്റിൻ്റെ പേര്. സോ അത് ജസ്റ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രസ് എന്ന് കാണാൻ പറ്റും. ആ ഒരു പ്രോഗ്രസ്സിൽ നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം എവിടെയാണോ ജസ്റ്റ് എൻഡ് ചെയ്യേണ്ടത് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് 2 സെക്കൻഡാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ആദ്യത്തെ സെക്കൻഡിലോട്ട് വന്നിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് ആ ഒരു പ്രോഗ്രസ് 0 ആക്കി കൊടുക്കുക. ഓക്കെ, സോ നമ്മുടെ ആ ഒരു സ്പൈക്ക് എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ആ ഒരു സ്പൈക്ക് എഫക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി കാണിച്ചു തരാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ആനിമേഷൻ അതായത് ഔട്ട് ആനിമേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കാം. സോ നമ്മളത് ചെയ്യുന്നത് ടെക്സ്റ്റ് എക്സ്പ്ലോഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് വന്നിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ടെക്സ്റ്റ് എക്സ്പ്ലോഷൻ അടിച്ചു കൊടുക്കുക. അതായത് എക്സ്പ്ലോഷൻ അടിച്ചാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. സോ ജസ്റ്റ് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു എഫക്റ്റിൽ തന്നെ ഒരുപാട് ടൈപ്പ്, അതായത് 11 ടൈപ്പ് എക്സ്പ്ലോഷൻസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് 5 ആണ്. ടൈപ്പ് 5 ആണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമേഷൻസ് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് നോക്കുക ഏതാണ് അടിപൊളിയായിട്ട് വരുന്നത് എന്നുള്ളത്. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെയും പ്രോഗ്രസ്സിലാണ് കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു ഇത്രയും ഡിസ്റ്റൻസിലാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യാം. ഇനി അവസാനത്തെ കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് നമ്മളിവിടെ പ്രോഗ്രസ് എടുത്തിട്ട് 100 ആക്കി കൊടുക്കുക. അവസാനത്തെ കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് പ്രോഗ്രസ് 100 ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് തെറിച്ച് പോകുന്നുണ്ട്. ഇനി നമ്മൾ ടൈപ്പ് ഇവിടെ ഏത് ടൈപ്പാണ് വേണ്ടതെന്നുള്ളത് നോക്കുക. ഞാനിപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ടൈപ്പ് 5 ആണ് എനിക്ക് ഇഷ്ടം എന്നുള്ളത്. സോ ഞാനിവിടെ ടൈപ്പ് 5 സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഗ്രാഫ് ആഡ് ചെയ്യണം. കുറച്ചുകൂടി സ്മൂത്തായിട്ടും കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ നിങ്ങൾ പ്രോഗ്രസ് സെലക്ട് ചെയ്യുക. ആ 2 കീ ഫ്രെയിംസിൻ്റെ നടുവിലായിട്ട് നമ്മളിവിടെ ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് കസ്റ്റം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഗ്രാഫ് ഇതാണ്. നിങ്ങൾക്ക് ഏത് ഗ്രാഫ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ആ ഒരു വീഡിയോക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ നിങ്ങൾ ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് എക്സ്പ്ലോഷനും സ്പൈക്ക് എഫക്റ്റും വന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു AI ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആനിമേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിലും, പക്ഷേ നമുക്ക് ഫിനുമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്കിവിടെ ആ ഒരു എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ അവിടെ നിന്ന് എടുത്ത് കളയാൻ പറ്റും. ഓക്കെ, ആ ഒരു എഫക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ.
സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബാക്ക് വരിക. അതിനുശേഷം നമ്മൾ മെയിൻ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, അടിപൊളിയായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ആനിമേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആദ്യം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാങ്ക് ഇമേജാണ് ആഡ് ചെയ്തത്, ഒരു ബ്ലാക്ക് സ്ക്രീനാണ് ഞാൻ ആഡ് ചെയ്തത്. അത് ജസ്റ്റ് ഫുള്ളാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒരു ഓവർലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഓവർലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മൾ അലൈറ്റ് മോഷനിൽ ചെയ്യുമ്പോൾ. പക്ഷേ ഈ ഒരു ഫിനുമേറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ എത്രയോ ബെറ്ററാണ്. നമ്മൾ 10-20 മിനിറ്റൊക്കെ വെച്ച് ചെയ്യേണ്ട കാര്യം വെറും 10 അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരുടെ ടൈം സേവ് ചെയ്യുക, നിങ്ങളുടെ ടൈം നിങ്ങൾ സേവ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.